ഉറങ്ങാൻ കഴിയുന്നില്ല. പരമൻ വളരെ വിഷമത്തിലാണ്. തൻ്റെ പാറുവിൻ്റെ ഉദരത്തിൽ ആരുടെ കുട്ടിയായിരിക്കും? ശ്രാദ്ധദിനം കഴിഞ്ഞ നാൾ മുതൽ ഏവരും ഓരോരുത്തരായി തിരികെ പോകാൻ തുടങ്ങി. ശ്രാദ്ധദിനം മാധവൻ പാറുവിൻ്റെ അച്ഛന് അകമുറിയിൽ കിടക്ക വിരിച്ചു കൊടുത്തിരുന്നു. പ്രത്യേക പരിഗണന നൽകി. പരമേശ്വരൻ നൽകുന്നതിലേറെ. പിറ്റേന്ന് രാവിലെ തന്നെ അയാൾ കൈ നിറയെ പൈസയായി അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. പാറുവിൻ്റെ അച്ഛന് വളരെയേറെ സന്തോഷമായി. എന്തു കുറവ് വന്നാലും ചോദിക്കാൻ മറക്കരുത്. ഇനി എന്താവശ്യത്തിനും ഞാനുണ്ടാവും നിങ്ങൾക്കൊപ്പം. രണ്ടാമത്തെ കുട്ടീൻ്റെ കല്യാണം എന്തായി? നല്ലത് വന്നാൽ ഓർപ്പിച്ചോളുക, നമുക്കത് നടത്താം. പാറുക്കുട്ടിയുടെ അച്ഛന് ഇതിൽ പരം എന്തു വേണമെന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറഞ്ഞുപോയി. മിഴികൾ നനഞ്ഞു. ചുമലിൽ കിടന്ന ഉത്തരീയം കൊണ്ട് അവ തുടച്ചു മാറ്റുമ്പോൾ മാധവൻ അദ്ദേഹത്തെ ചുമലിൽ തട്ടി ആശ്വസിപ്പിച്ചു. തൻ്റെ പത്നി പറഞ്ഞ് ഇതിൻ്റെ ഹേതു എന്താണെന്ന് തനിക്കറിയാം. അത് പാടില്ല എന്ന് പറയാനുള്ള അർഹത തനിക്കില്ല. കാരണം തൻ്റെ മകൾ പാറുക്കുട്ടി എതിരു പറയാതെ തനിക്കതിൽ ഇടപെടാൻ പറ്റില്ല. അത് അവളുടെ ജീവിതമാണ്. നങ്ങയും ശങ്കുനായരും എന്തു തീരുമാനിക്കുന്നുവോ അതാണ് തൻ്റെ മകളുടെ ജീവിതം. എന്തിനെന്നറിയാതെ അദ്ദേഹത്തിൻ്റെ നെഞ്ചകം ഇടറി. മകളെ ഓർത്തോ അതോ പുതിയ മരുമകനെ ഓർത്തോ? നങ്ങ പലരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറി. മാധവൻ ചാരുവിൻ്റെ ബന്ധുജനങ്ങളെ വേണ്ടവണ്ണം സൽക്കരിച്ചാണ് വിട്ടത്. ശ്രാദ്ധത്തിൻ്റെ 3 ദിനങ്ങൾ മുൻപ് തന്നെ മാധവൻ ചാരുവിൻ്റെ മുഖപടത്തിൻ്റെ തിരശീല മാറ്റിയിട്ടിരുന്നു. കാരണം മറ്റുള്ളവർ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നത് അയാൾക്ക് അരസികമായിട്ടായിരുന്നു തോന്നിയിരുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നോക്കുകുത്തിയായിട്ടിരിക്കാൻ അയാൾക്കിഷ്ടമുണ്ടായിരുന്നില്ല. മറ്റുള്ളവരാൽ ബഹുമാനം മാത്രമേ ഇന്നുവരെ താൻ അനുഭവിച്ചിട്ടുള്ളൂ. ആ പ്രദേശം ഒന്നടങ്കം വന്ന് ഭക്ഷണം കഴിച്ച് തൃപ്തിയായതിനു ശേഷമേ മാധവന് സന്തോഷം വന്നുള്ളൂ. എന്നാൽ പരമൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. അവനെ എല്ലാവരും ഒരു ദയനീയമാം വിധം നോക്കി നിന്നു. എല്ലാവരും പരസ്പരം കുശുമ്പും കുന്നായ്മയും പറയുവാൻ തുടങ്ങി. ബഹളങ്ങളെല്ലാം ഒന്നടങ്കം ഇല്ലാതെയായപ്പോൾ എല്ലാവർക്കും സമാധാനമായി. അമ്മവും കുട്ടികളും വാസുവിനും മാത്രമായി ഇല്ലത്ത്. എൻ്റെ അമ്മ, ഒരു രഹസ്യം നമ്മുടെ കുടുംബത്തെ ഓടി നടക്കുന്നുണ്ടല്ലോ. എന്താന്ന് അമ്മയ്ക്കറിയോ? എനിക്കറിയില്ല. അനക്കറിയാമെങ്കിൽ പറഞ്ഞോളൂ. നങ്ങ കൈമലർത്തി. ഏട്ടത്തി എന്തേ മാമേൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയത്? എല്ലാവരും പറഞ്ഞു കേട്ട് എൻ്റെ തൊലി എരിഞ്ഞു പോയി. അമ്മ പറഞ്ഞത് കേട്ട് നങ്ങ പറഞ്ഞത് ഇങ്ങനെ. എന്നാൽ പിന്നെ നീ അങ്ങോട്ട് കാതു കൊടുക്കണ്ട, ഇങ്ങനെ തന്നെ പോട്ടെ മുന്നിക്ക്, നങ്ങ പറഞ്ഞു നിർത്തി. അമ്മുവിന് കാര്യം മനസ്സിലായി. അവൾ ഏട്ടൻ പരമനെ ഓർത്തു നോക്കി. ഏട്ടൻ എങ്ങനെ ഇത് സഹിക്കും? അവൾ അന്ന് തന്നെ വാസുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായി. പോകുന്നതിന് മുൻപ് ഏട്ടനായ പരമന് സമീപം ചെന്ന് ഏട്ടനെ സമാധാനിപ്പിക്കുന്ന മട്ടിൽ സംസാരിച്ചു. ഏട്ടനും ഏട്ടത്തെയും കൂടി അങ്ങോട്ടേക്ക് പോന്നോളുക. കുറച്ച് ദിവസം നിന്ന് തിരിച്ചു പോരാ. ഇവിടുന്ന് ഇത്തിരി മാറി നിൽക്കാലോ. പരമൻ പതിയെ മൂളി. അത് പക്ഷെ പാറുവിന് സമ്മതമായിരുന്നില്ല. വരാം എന്ന് പറഞ്ഞ് പതിയെ തലയാട്ടി.